ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നാടകം മുറുകുക തന്നെ ചെയ്യുന്നു. ആർക്കാണ് ഭൂരിപക്ഷം, ആരാണ് മുൻപന്തിയിൽ, ആരാണ് അടുത്ത മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടാൻ പോകുന്നത്? ഇതേ സംബന്ധിച്ച് തമിഴ്നാടിൻ്റെ AIDMKയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി ശശികലയെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ സാങ്കേതികമായി പറഞ്ഞാൽ ശശികല നിയുക്ത മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ശശികലയ്ക്ക് അപ്രകാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്നെത്തുവാൻ കഴിയുമോ? പുതിയ രാഷ്ട്രീയ സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ശശികലയുടെ മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. അവരുടെ സാധ്യത തുലോം മങ്ങിപ്പോയ ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിലും പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം 135 MLA-മാരാണ് AIDMKക്ക് അവിടെ ഉള്ളത്. അതിൽ ഒരാൾ മുഖ്യമന്ത്രി തന്നെയായിരുന്ന ജയലളിതയാണ്, മരിച്ചു. ബാക്കി 134 പേർ മാത്രമാണ് O പന്നീർസെൽവത്തിനൊപ്പം നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 130 MLA-മാർ ശശികലയ്ക്കൊപ്പം നിൽക്കാൻ ഇന്നലെ പാർട്ടിയുടെ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ എത്തിച്ചേർന്നു. നിസ്സംശയം ഭൂരിപക്ഷം MLA-മാരുടെ ഇടയിൽ അവർക്ക് തന്നെയാണ് എന്ന് ഈ നിമിഷം വരെ നമുക്ക് പറയാനാകും. പിന്നെ പന്നീർസെൽവത്തിന് 4 MLA-മാരെയും കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക? പക്ഷേ OPS-ഉം വിട്ടുകൊടുക്കാൻ തീരുമാനമില്ല. O പന്നീർസെൽവത്തിനെ ഇപ്പോൾ OPS എന്നാണ് പത്രങ്ങൾ വിശദീകരിക്കുന്നത്. അദ്ദേഹവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിയമസഭ കൂടട്ടെ, അവിടെ കാണാം ഭൂരിപക്ഷ ന്യൂനപക്ഷ തീരുമാനങ്ങൾ എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഇപ്പോൾ ചിന്നമ്മയ്ക്കൊപ്പം നിൽക്കുന്ന 130 MLA-മാർ തുടർന്നും അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച ധാരണ തന്നെയാണ് പന്നീർസെൽവത്തെ നയിക്കുന്നത്. ആ അർത്ഥത്തിൽ ആർക്കാണ് മുൻതൂക്കം, ആരാണ് പിന്തള്ളപ്പെടാൻ പോകുന്നത്, അക്കാര്യത്തിലുള്ള സന്നിഗ്ധത നിലനിർത്തിക്കൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നാടകം മുന്നേറുകയാണ്. ആ നാടകത്തിൻ്റെ ഇന്നത്തെ അംഗം മലയാള മനോരമ അതിൻ്റെ ലീഡ് വാർത്തയായി തരുന്നത് കാണുക. കൂട്ടിലടച്ച് ചിന്നമ്മ, 130 MLA-മാരെ കൂട്ടിലടച്ചിരിക്കുന്നു ചിന്നമ്മ എന്നാണ് മനോരമ പറയുന്നത്. ഭൂരിപക്ഷം ശശികലയ്ക്കൊപ്പം സഭയിൽ കാണാമെന്ന് പന്നീർസെൽവം. 130ഓളം MLA-മാർ രഹസ്യ കേന്ദ്രത്തിലാണ്. ഗവർണറെ കാത്ത് ഇരുപക്ഷവും ഇരിക്കുന്നു. ഇന്ന് രാവിലെ ഗവർണർ തിരിച്ചെത്തും. അതുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കുന്ന ഗൗരവതരമായ രാഷ്ട്രീയ ചർച്ചകൾ അവിടെ ഉണ്ടാകും. ആ രാഷ്ട്രീയ ചർച്ചകൾ ഏതുതരം വഴിത്തിരിവിനാണ് ജന്മം കൊടുക്കാൻ പോകുന്നത് എന്നിപ്പോൾ പറയാനാവില്ല. കാരണം അപാരമായ അവകാശങ്ങളാണ് ഇത്തരം രംഗങ്ങളിൽ ഗവർണർക്കുള്ളത്. ഗവർണറാകട്ടെ കേന്ദ്രത്തിലെ BJP ഭരിക്കുന്നതിന് ചിന്തിക്കുന്നതിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരാളുമാണ് താനും. അതുകൊണ്ട് തൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ്, സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് ഗവർണർ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമേ നമുക്ക് വ്യക്തമാകൂ. എങ്കിലും വളരെയധികം നാടകീയത നിറഞ്ഞ സഞ്ചാരഗതികൾ ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയം കയ്യേൽക്കും പകൽ മുഴുവൻ എന്ന് വ്യക്തം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് വിനോദ് ഗോപി മനോരമയിൽ തരുന്നത്. ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് DMK ജനറൽ സെക്രട്ടറി ശശികലയും നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് കാവൽ മുഖ്യമന്ത്രി O പന്നീർസെൽവവും അവകാശപ്പെട്ടതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ബലാബലത്തിന് കളമൊരുങ്ങി. ശശികല പക്ഷത്തെ MLA-മാരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. മുംബൈയിലുള്ള ഗവർണർ ശ്രീ വിദ്യാസാഗർ റാവു ഇന്ന് ഉച്ചയോടെ ചെന്നൈയിലെത്തുമെന്നാണ് സൂചന. ശശികലയും പന്നീർസെൽവവും ഗവർണറെ കണ്ടേക്കും. ഇരുപക്ഷവും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാവും എന്ന് പറയുമ്പോൾ തന്നെ ആ നിലപാട് കുറേയേറെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഗവർണർ. അദ്ദേഹം പറയുന്നത് ഇരുത്തം വന്നൊരു ഭരണാധികാരി എന്ന് തെളിയിച്ചിട്ടുള്ളയാളാണ് O പന്നീർസെൽവം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ പരിഗണനയിൽ ആദ്യം വരുന്നത് പന്നീർസെൽവം തന്നെയാണ്. അത്തരമൊരു നിലപാട് ഗവർണർ കൈക്കൊള്ളുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് BJP ഉണ്ടോ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയുകയുമില്ല. ഈ വാർത്ത മലയാള മനോരമ തരുമ്പോൾ നാം കാണേണ്ട ആ വാർത്തയ്ക്കൊപ്പം തന്നെ ഒരു ചിത്രവും, പന്നീർസെൽവത്തിൻ്റെ ഒരു ചിത്രം.
ഇരുട്ട് വീണ രാഷ്ട്രീയമാണ് ഇപ്പോഴേതായാലും തമിഴ്നാട്ടിൽ നിൽക്കുന്നത്. ആ ഇരുളിനിടയ്ക്ക് വൃദ്ധിക്ഷയം സംഭവിച്ച ഒരു ചന്ദ്രനുണ്ട്, ഒരു ചെറിയ ചന്ദ്രൻ, അസ്തമിക്കാൻ പോകുന്ന ചന്ദ്രൻ AIDMK ആണ്. അതുകൊണ്ട് തന്നെ DMKയുടെയും BJPയുടെയും ആഭിമുഖ്യത്തിലുള്ള പുതിയ ചന്ദ്രനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന പന്നീർശെൽവം, ഇരുട്ടിൽ ഏകനായി മൂകനായി ഇരിക്കുന്ന പന്നീർശെൽവവും തെയും ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. ഇന്ന് തമിഴ്നാട് ഗവർണർ വിദ്യാസാഗർ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഏത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക? മനോരമ പറയുന്നത് കാണുക. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ തയ്യാറാണെന്ന് പന്നീർശെൽവം അവകാശപ്പെട്ടു. ആവശ്യമെങ്കിൽ രാജി പിൻവലിക്കും. മറുപക്ഷത്തുള്ള മന്ത്രിമാരും MLAമാരും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തനിക്കൊപ്പം ചേരും. ജയലളിതയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ നീക്കാൻ സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷന് രൂപം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്നലെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. മരണത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത. 130 MLAമാരുമായി ചേർന്ന് ദില്ലിയിലെത്തി രാഷ്ട്രപതിയെ കാണുക എന്നതായിരുന്നു ചിന്നമ്മയുടെ, ശശികലയുടെ ആദ്യ ഉദ്ദേശം. പക്ഷേ ഇതിനിടയിൽ പെട്ടെന്ന് ഗവർണർ തിരിച്ചു വരുന്നത് കൊണ്ട് ഇന്ന് 10 മണിക്ക് തീരുമാനിച്ചിരുന്ന ഡൽഹി വിമാനയാത്ര റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് വാർത്ത. അങ്ങനെ MLAമാരെ ഒരു കൂട്ടമായി കൊണ്ടു നടന്ന് തൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള തൻ്റെ വിലപേശൽ ഉറപ്പിക്കുന്ന തന്ത്രം ഇപ്പോൾ പുതിയതായി ചിന്നമ്മ കണ്ടെത്തിയതൊന്നുമല്ല. നമുക്കറിയാം 1984 ആന്ധ്രയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. NT രാമറാവു ആണ് നടത്തിയത്. അതിനുശേഷം 2002 മഹാരാഷ്ട്ര, 2006 ജാർഖണ്ഡിൽ നടന്നു, 2010 കർണാടകയിൽ നടന്നു. അങ്ങനെ 4 തവണ ആവർത്തിച്ച ആ ഒരു ഗെയിം പ്ലേ ഉണ്ടല്ലോ, ആ ഒരു കളി അത് ഇത്തവണ 5ാമത് തവണ ആവർത്തിക്കുന്നു എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിന്നമ്മയുടെ യാത്രാ പദ്ധതി അനുസരിച്ച് പന്നീർശെൽവം ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് ജയലളിത മരിച്ചത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംശയങ്ങളോ ഉന്നയിക്കുന്നത് വഴി ശശികലയ്ക്കെതിരായ വലിയ വികാരം ജനങ്ങളുടെ സൃഷ്ടിക്കപ്പെടും എന്ന് പന്നീർശെൽവം വിചാരിക്കുന്നു. ഗവർണർ ഇന്ന് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റിമറിച്ചിലുകൾക്കാണ് തമിഴ് രാഷ്ട്രീയം വിധേയമാകാൻ പോകുന്നത് എന്ന് ഇപ്പോൾ പറയാനാകില്ല. പന്നീർശെൽവം പറഞ്ഞത് 75 ദിവസം ജയലളിത ആശുപത്രിയിൽ കിടന്നിട്ടും നാം മനസ്സിലാക്കണം, 2 തവണ കാവൽ മുഖ്യമന്ത്രിയായി വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി AIDMKയുടെ കൂടെ നിന്ന പന്നീർശെൽവത്തിന്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിധേയനായി നിന്ന രാഷ്ട്രീയ പ്രവർത്തകന്, എപ്പോൾ കാണുമ്പോഴും അമ്മയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന ആ മനുഷ്യന് അവസാന ഘട്ടത്തിൽ ആ 75 ദിവസത്തിൽ ഒരിക്കൽ പോലും ജയലളിതയെ കണ്ട് എന്താണ് അവരുടെ അസുഖമെന്ന് ചോദിക്കാനോ പറയാനോ ഒന്ന് കാണാൻ പോലുമോ കഴിഞ്ഞില്ല എന്ന് വെളിപ്പെടുത്തുന്നു പന്നീർശെൽവം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ വീട്ടുകാരോട് ഇന്ന് ആശുപത്രിയിൽ പോയപ്പോൾ അമ്മയെ കണ്ടു എന്ന് കള്ളം പറയേണ്ടി വരുന്ന അവസ്ഥ വരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പന്നീർശെൽവം പറഞ്ഞത്. കാരണം അന്ന് തികച്ചും ശശികലയുടെ ആധിപത്യത്തിനുള്ള ചെറിയ ഒരു കോട്ടറി, മണ്ണാർഗുടി മാഫിയ എന്ന് പറയുന്ന കോട്ടറിയുടെ കൈപ്പിടിക്കകത്തായിരുന്നു ജയലളിത. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനീയനായ പന്നീർശെൽവത്തിന് പോലും അവരെ കാണാൻ കഴിഞ്ഞില്ല, അടുപ്പിച്ചില്ല എവിടെയും. അങ്ങനെ അടുപ്പിക്കാതിരിക്കുമ്പോൾ AIDMKയുടെ നേതാവൊന്നുമല്ല ശശികല, അധികാരത്തിൽ അവർക്ക് സ്ഥാനമൊന്നുമില്ല. പക്ഷേ ദാസിയായി വന്ന് നിന്ന് തോഴിയായി മാറിയ ശശികല അപ്പോഴേക്കും പോയസ് ഗാർഡനിലും അതുമാതിരി തന്നെ അധികാര രംഗങ്ങളിലുമൊക്കെ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു പണത്തിൻ്റെ സ്വാധീനം കൊണ്ട്. അതും ജയലളിതയുടെ ആശ്രിത എന്ന നിലയ്ക്ക് നേടിയെടുത്ത പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് എന്ന് വേണം കരുതാൻ. ആരെയും കാണിച്ചില്ല, കാണിക്കാൻ വിട്ടുമല്ല പന്നീർശെൽവത്തെ അടക്കം. ശശികലയെ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി അതിൻ്റെ ഉൾപേജിൽ നമുക്ക് വിശദമായി തരുന്നു. പന്നീർശെൽവത്തിൻ്റെ ആരോപണം
CBI അന്വേഷിക്കണമെന്ന് DMK. അതുകൊണ്ട് ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നു എന്ന് ഇന്നലെ പന്നീർശെൽവം പറയുമ്പോൾ കൃത്യമായും ശശികലയിലേക്കാണ് കുറ്റാരോപണത്തിൻ്റെ വിരൽ നീണ്ടുവരാൻ പോകുന്നത്. ആ അന്വേഷണമല്ല വേണ്ടത്. DMK പറയുന്നത്, പ്രതിപക്ഷ പാർട്ടിയായ DMK പറയുന്നു CBI തന്നെ അത് അന്വേഷിക്കണം. ആ വാർത്ത ദേശാഭിമാനി തരുന്നത് കാണുക. ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ശശികലയ്ക്ക് അധികാരത്തോട് ആർത്തിയാണെന്നുള്ള പന്നീർശെൽവത്തിൻ്റെ ആരോപണത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടി നേതാവ് സ്റ്റാലിൻ, DMKയുടെ നേതാവ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ശശികല തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് വാശിയോടെ നിലപാടെടുത്തിട്ടുള്ള ഒരു BJP നേതാവ് തമിഴ്നാട്ടിലുണ്ട്. സുബ്രഹ്മണ്യൻ സ്വാമിയാണത്. അദ്ദേഹം പറയുന്നത് കാണുക. ശശികലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. കാരണം ജനാധിപത്യ രീതിയിൽ അതാണ് കീഴ്വഴക്കം. അത് പറയുന്നത് ഒരുപക്ഷെ AIDMK ശശികലയുടെ നേതൃത്വത്തിൽ പുനഃസംഘടിപ്പിച്ച് രംഗത്ത് വന്നാൽ ഗൗരവതരമായ ഒരു സ്ഥാനം അവിടെ ഒപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണെങ്കിലും സുബ്രഹ്മണ്യൻ സ്വാമി അത് പറയുന്നത്. നിലനിൽപ്പിന് വേണ്ടി ഏത് നിറവും സ്വീകരിക്കാൻ പാകത്തിൽ ഒന്നിനെ തോൽപ്പിച്ച രാഷ്ട്രീയക്കാരനാണ് ഈ മനുഷ്യനെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? സിനിമാക്കാർക്ക് വലിയ പ്രസക്തിയുള്ള രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. കമൽഹാസൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അദ്ദേഹം പന്നീർശെൽവത്തിനൊപ്പമാണ്. കമൽഹാസൻ്റെ ഒരു പ്രസ്താവന ഇന്ന് ദേശാഭിമാനി തരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കം താരങ്ങൾ നിലപാടെടുക്കണമെന്നാണ് കമൽഹാസൻ ആവശ്യപ്പെടുന്നത്. തമിഴ്നാട് വൻ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങവേ ആകാതെ സ്വന്തം നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാൻ സഹതാരങ്ങളോട് ഉലകനായകൻ കമൽഹാസൻ ആവശ്യപ്പെട്ടു എന്നീ വാർത്ത പറയുന്നു. ജയലളിതയുടെ ചേട്ടത്തിയുടെ പുത്രി ദീപ, ജയലളിതയുടെ രൂപത്തോട് സാമ്യമുള്ള ദീപ എടുക്കുന്ന നിലപാട് പന്നീർശെൽവം പുറത്തേക്ക് വിട്ട വിവരങ്ങൾ മരണത്തിലെ ദുരൂഹത തന്നെ ഞെട്ടിപ്പിക്കുന്നു എന്നും പന്നീർശെൽവം ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കും എന്നൊക്കെയാണ് ദീപ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു രസകരമായ സംഭവഗതി അവിടെ നടക്കുന്നത്, ശശികല പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. ആ അധികാരം ഉപയോഗിച്ചാണ് അവരെല്ലാം ചെയ്യുന്നത് എങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ അവർക്ക് യോഗ്യതയുണ്ടോ എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നു. അതാണ് വാർത്ത. കേരള കൗമുദി ആ വാർത്ത ഇന്ന് ഒന്നാം പുറത്ത് തന്നെ തന്നിട്ടുണ്ട്. കാണുക. ശശികലയുടെ ജനറൽ സെക്രട്ടറി പദവി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ ആവശ്യപ്പെട്ടു. ശശികല നടരാജനെ ADMKയുടെ ജനറൽ സെക്രട്ടറിയായി ആക്കിയത് ചട്ടങ്ങൾ പാലിച്ചല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. 5 വർഷം തുടർച്ചയായി പ്രാഥമിക അംഗത്വമുള്ളവർക്കേ ഭാരവാഹിത്വം വഹിക്കാൻ കഴിയൂ എന്നാണ് ADMK എന്ന പാർട്ടിയുടെ ഭരണഘടന അനുശാസിക്കുന്നത്. ശശികലയ്ക്ക് അതില്ല. അതുകൊണ്ട് ശശികലയ്ക്ക് ജനറൽ സെക്രട്ടറിയാകാൻ കഴിയുമോ എന്ന സന്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുമ്പോൾ ശശികലയ്ക്ക് അവിടെയുള്ള അവസാന അധികാര കസേരയും നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തമിഴ്നാട് രാഷ്ട്രീയം ഇന്ന് കൂടുതൽ നാടകീയതയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നു. കാരണം ശശികലയും ഒപ്പം പന്നീർശെൽവവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നാണ് ഗവർണർ തിരിച്ച് അവിടെ എത്തുന്നത്. ലോ കോളേജിലെ സമരം 29 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ അവസാനിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ വിദ്യാർത്ഥികളും അതുമാതിരി തന്നെ മാനേജ്മെൻറ്റും വിദ്യാഭ്യാസ മന്ത്രിയടക്കം നടത്തിയ ചർച്ചയിൽ എത്തിച്ചേർന്ന തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 29 ദിവസം, ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന ആ സമരം പിൻവലിക്കപ്പെട്ടത്. അതേ സംബന്ധിച്ച് വളരെ വിശദമായ റിപ്പോർട്ടുകൾ ആണ് പത്രലോകം നമുക്ക് തരുന്നത്. ഇനി എന്തായിരിക്കും ലക്ഷ്മി നായരുടെ അവിടെയുള്ള അവസ്ഥ? ഇനി എങ്ങനെയായിരിക്കും പുതിയ പ്രിൻസിപ്പാൾ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഗതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അനുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഓരോ പത്രങ്ങളും അവർക്കിഷ്ടമുള്ളതനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചിരിക്കുന്നു. ധാരാളം പേജുകൾ അതിനുവേണ്ടി, ചിത്രങ്ങൾക്ക് വേണ്ടിയും വാർത്തകൾക്ക് വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്നു പത്രലോകം. നമുക്ക് ആ വാർത്തയുടെ രസകരമായ ഉള്ളടക്കങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം.
പാമ്പാടി നെഹ്റു കോളേജിലെ വിഷ്ണു പ്രണോയിയുടെ മരണം ഉയർത്തിവിട്ട പ്രതിഷേധം ആഞ്ഞടിച്ചത് ഇങ്ങ് തെക്ക് ലോ കോളേജിലായിരുന്നു. ആ പ്രക്ഷോഭത്തിൽ കടപുഴകി വീണത് ലക്ഷ്മി നായരുമായിരുന്നു. മംഗളം എന്ന പത്രം ആ വാർത്ത ഒന്നാം പേജിൽ തരുന്നു. ലക്ഷ്മി വരില്ല എന്ന് സർക്കാർ, ലക്ഷ്യം നേടി വിദ്യാർത്ഥികൾ. യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കും. തീരുമാനം ലംഘിച്ചാൽ സർക്കാർ ഇടപെടും. ക്ലാസുകൾ 13-ന് പുനരാരംഭിക്കും തുടങ്ങിയ നിലയ്ക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. ലോ അക്കാദമിക്ക് പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുമെന്നും ആ സ്ഥാനത്തേക്ക് ഡോക്ടർ ലക്ഷ്മി നായർ തിരിച്ചു വരില്ലെന്നുമുള്ള സർക്കാർ ഉറപ്പിനെ തുടർന്ന് 1 മാസമായി കേരളം സാക്ഷ്യം വഹിച്ച വേറിട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പരിസമാപ്തി. സമരം ഏറ്റെടുത്ത് സംസ്ഥാന നേതാക്കളെ നിരാഹാരം കിടത്തിയ പ്രതിപക്ഷ കക്ഷികൾക്കും ഇതോടെ ആശ്വാസ സൂചകമായി നിശ്വാസങ്ങൾ ഉയരുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇത് മംഗളമാണ് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ ഈ സമരത്തിലുടനീളം മുൻരംഗത്ത് തന്നെ നിന്ന CPIയുടെ പത്രം ജനയുഗം അതേ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത് കാണുക. ജനയുഗവും ഇത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ലോ അക്കാദമി സമരത്തിന് ഐതിഹാസിക വിജയം. വിദ്യാർത്ഥി ശക്തിക്ക് മുന്നിൽ മാനേജ്മെൻറ്റ് മുട്ടുമടക്കി. കേരളീയ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയാർജിച്ച ലോ അക്കാദമി സമരത്തിന് ഐതിഹാസിക വിജയം. വിദ്യാർത്ഥി ഐക്യത്തിന് മുന്നിൽ അക്കാദമി മാനേജ്മെൻറ്റ് കീഴടങ്ങി. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയുള്ള പുതിയ കരാർ വ്യവസ്ഥ വിദ്യാർത്ഥികൾ അംഗീകരിച്ചതോടെ 29 ദിവസം നീണ്ടുനിന്ന ലോ അക്കാദമി വിദ്യാർത്ഥി സമരം ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു എന്ന് അവകാശപ്പെടുന്നു ജനയുഗം അതിൻ്റെ ലീഡ് വാർത്തയിൽ. എന്നാൽ ദേശാഭിമാനി CPMൻ്റെ മുഖപത്രം ഭിന്നമായ ഒരു രീതിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. സമരം നീട്ടിയവർ തടിയൂരി. 10 ദിവസം കൂടുതലായി സമരം നീട്ടിയത് SFI ഒഴിച്ചുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരുന്നുവെന്ന് നമുക്കറിയാം. അങ്ങനെ സമരം നീട്ടിയവർ തടിയൂരി. ലോ അക്കാദമി ലോ കോളേജ് തിങ്കളാഴ്ച തുറക്കും. അംഗീകരിച്ചത് SFI നേടിയെടുത്ത 17 ആവശ്യങ്ങൾ മാത്രം. സമരം തുടർന്നവർ രാജി ആവശ്യം ഉപേക്ഷിച്ചു. MV പ്രദീപ വാർത്ത ഇങ്ങനെ തരുന്നു. ലോ അക്കാദമി ലോ കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടനകളും BJPയും കോൺഗ്രസും രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ തുടർന്ന സമരം മതിയാക്കി. ഉജ്ജ്വല പോരാട്ടത്തിലൂടെ SFI നേടിയെടുത്തതിനപ്പുറമൊന്നും ഇല്ലാതെയാണ് അവസരവാദ സമരക്കാർ തടിയൂരിയത്. വിദ്യാർത്ഥി താൽപ്പര്യങ്ങൾക്ക് എതിരായ സമരത്തിൻ്റെ മറവിൽ കലാപം ഒഴിച്ചുവിടാൻ ഗൂഢാലോചന നടക്കുന്നത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലായതോടെയാണ് സമരക്കാർ അപ്രതീക്ഷിതമായി വീണ്ടും ചർച്ചയ്ക്ക് സന്നദ്ധരായത് എന്ന നിലയ്ക്ക് അവശിഷ്ട സമരക്കാരുടെ ഗതിമുട്ടിയ അവസ്ഥയെക്കുറിച്ചാണ് ദേശാഭിമാനി ഈ വാർത്തയിൽ നമ്മോട് പറയുന്നത്. ഇനി സമരം തീർന്നത് എങ്ങനെ, അതേ സംബന്ധിച്ചും ഒരു വാർത്ത ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നാം അതും കാണേണ്ടതുണ്ട്. കാണുക. സമരം തീർന്നതിൻ്റെ വളരെ പെട്ടെന്ന് സമരം തീർന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി സമരം തീർന്നതിൻ്റെ നാൾ വഴി മനോരമ തരുന്നത് ഇങ്ങനെയാണ്. ആശ്വസിച്ചു സമരക്കാർ. തിരക്കഥ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റേത്. സമരം തീർത്തേ പറ്റുമെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ചൊവ്വാഴ്ച AKG സെന്ററിൽ ചെന്ന് കണ്ട് അഭ്യർത്ഥിച്ചു. തീർക്കാൻ ASF സന്നദ്ധമായാൽ ചർച്ചയാകാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. CPI സമ്മതമറിയിച്ചു. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചർച്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനുമായി ഇതിനിടെ സംസാരിച്ചു. രമേശിൻ്റെ നിവേദനത്തിന്മേൽ നടപടിക്കുള്ള ഗവർണർ P സദാശിവത്തിൻ്റെ സന്ദേശവും സർക്കാർ ഗൗരവമായി എടുത്തു. പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ പരസ്യം നൽകി ലോ അക്കാദമി മാനേജ്മെൻറ്റും അനുരഞ്ജന സൂചന നൽകി. ചുരുക്കത്തിൽ പന്ന്യൻ രവീന്ദ്രൻ നേരിട്ട് AKG സെൻറ്ററിൽ ചെന്ന് അഭ്യർത്ഥിച്ചതോടെയാണ് ഈ കാര്യങ്ങൾ ഒരു പരിസമാപ്തിയിലേക്ക് സഞ്ചരിച്ചത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധിപ്പിച്ച് മറ്റ് ചില കാര്യങ്ങൾ കൂടി ആലോചിക്കാമെന്ന് തോന്നുന്നു. സമരം കഴിഞ്ഞു. കോളേജ് ഇന്ന് തുറക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എത്ര നാളത്തേക്കാണ് പ്രിൻസിപ്പാളിനെ മാറ്റിയത് എന്ന തർക്കമായിരുന്നല്ലോ ഉണ്ടായത്. അതിനകത്ത് എത്ര നാളത്തേക്ക് പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തി? ആദ്യഘട്ടത്തിൽ SFIക്ക് മാനേജ്മെൻറ്റ് നൽകിയ അവരെത്തിയ അനുരഞ്ജന തീരുമാനമനുസരിച്ച് 5 വർഷത്തേക്ക് ലക്ഷ്മി നായരെ കോളേജിൻ്റെ പടി കടത്തില്ല. പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഫാക്കൽറ്റി എന്ന നിലയ്ക്ക് പോലും.
അതായിരുന്നു അന്നെത്തിയ തീരുമാനം. അതുതന്നെയാണ് സിൻഡിക്കേറ്റ് 5 വർഷത്തേക്ക് അവരെ മറ്റ് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എടുത്ത തീരുമാനം. അത് പൊരുത്തപ്പെട്ടു പോകുന്ന തീരുമാനമാണ്. ഇപ്പോഴാകട്ടെ മന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ എത്തപ്പെട്ട തീരുമാനത്തിൽ പ്രിൻസിപ്പലിനെ മാറ്റി. അത് എത്ര നാളത്തേക്കെന്ന് പറയുന്നില്ല. അതുകൊണ്ട് മാറ്റം പൂർണ്ണമാണ് എന്ന് ഈ സമരം നീട്ടിക്കൊണ്ടുപോയവർ, 10 ദിവസം കൂടി സമരം നീട്ടിക്കൊണ്ടുപോയവർ അവകാശപ്പെടുന്നു. SFIയിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾ ഉണ്ടാക്കിയ നേട്ടം അതാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ കാര്യത്തിൽ നിഷ്പക്ഷരായി നിൽക്കുന്നവർക്ക് ചില സന്ദേഹങ്ങൾ വരും. ഇത്തരമൊരു തീരുമാനമെടുത്താൽ പ്രിൻസിപ്പാളിനെ മാറ്റി എന്ന് പറയുമ്പോൾ മാറ്റാൻ അവകാശമുള്ളത് മാനേജ്മെൻറ്റ് മാത്രമാണ്. അത് എങ്ങനെ മാറ്റി? അവരെ മാറി നിൽക്കാൻ പറഞ്ഞോ, ലീവ് എടുക്കാൻ അവരോട് പറഞ്ഞോ, അതോ സ്വമേധയാ അവർ ലീവ് എടുത്തോ, സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തിയോ, ഇനി പിരിച്ചുവിട്ടോ? ഇതൊന്നും മാനേജ്മെൻറ്റ് പറയുന്നില്ല. എങ്ങനെ മാറ്റിയെന്നറിയാത്തത് കൊണ്ട് ആ മാറ്റൽ പ്രക്രിയയുടെ മേൽ ലക്ഷ്മി നായർക്ക് കോടതിയെ സമീപിക്കാം. ഇപ്പോൾ മുൻപ് അത് കഴിയുമായിരുന്നില്ല 5 വർഷത്തേക്ക് എന്ന് പറയുകയും സിൻഡിക്കേറ്റ് അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ കാലഘട്ടമൊന്നും പറയാത്തത് കൊണ്ട് എങ്ങനെ മാറ്റി, എന്തിനു മാറ്റി എന്ന് വിശദീകരണം തേടിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കോടതിയിലേക്കെങ്ങാനും ലക്ഷ്മി നായർ പോയാൽ കോടതി വ്യത്യസ്തമായൊരു സമീപനം ഈ കാര്യത്തിൽ സ്വീകരിച്ചാൽ എന്തു ചെയ്യും എന്ന വസ്തുത മുന്നിൽ നിൽക്കുന്നു. ഒരിക്കൽ കൂടി ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുക 1 മാസത്തിന് ശേഷം അത്ര എളുപ്പമായിരിക്കുകയില്ല. അത്തരം സന്ദേഹങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സത്യത്തിൽ മാറ്റുമെന്ന വാക്കിൽ പിടിച്ച് വലിയ ഖ്യാതി അടിക്കുന്നവർ വരുത്തി വച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിനാശകരമായ വിന. മറ്റൊന്ന്, പന്ന്യൻ രവീന്ദ്രനിൽ ആരംഭിച്ച് കെ മുരളീധരനിൽ അവസാനിച്ച് നാരങ്ങാ വെള്ളം കുടിക്കുന്ന ഒരു രീതിയിലേക്ക് സമരം മാറിയപ്പോൾ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സമരം അവസാനം രാഷ്ട്രീയക്കാരുടെ മേശമേലാണ് തീർന്നത് എന്ന് നാം ആലോചിക്കണം. രാഷ്ട്രീയ പരിഹാരമാണ് ഇതിനുണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ആവശ്യത്തിൻ്റെ മേലുള്ള പരിഹാരം ഇനി എപ്പോൾ, എങ്ങനെ എന്നൊക്കെ ആലോചിക്കേണ്ടി വരും. കോടതികൾ സജീവമായി ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നൊന്നും വിചാരിക്കാൻ സമയമായിട്ടില്ല എന്ന് വേണം ആലോചിക്കേണ്ടത്. പ്രസിഡന്റിൻ്റെ പ്രസംഗത്തിനെ തുടർന്നുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെൻറ്റിൽ നടന്നു. ആ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണം. എന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നിന്ന് തടി തപ്പിയേനെ. പക്ഷേ അത് കഴിയില്ലല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം കണക്കിന് എല്ലാവരെയും അപഹസിക്കുകയും ചെയ്തു. ആ വാർത്ത ഇന്ന് മാതൃഭൂമി 1-ാം പുറത്ത് തരുന്നു. ആ വാർത്തയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ നോട്ട് റദ്ദാക്കലിനെ കുറിച്ച് മോദി സന്നിഹിതനായിരുന്ന പാർലമെൻറ്റിൽ വെച്ച് തന്നെ മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഈ നോട്ട് നിരോധനം കൊണ്ട് കള്ളപ്പണം പിടിക്കാനാകില്ല എന്ന് മാത്രമല്ല, വികസന മാന്ദ്യം അത് കൊണ്ടുവരികയും ചെയ്യും. ഇതിപ്പോൾ പൊതുവെ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി മോദിയോട് ചോദിച്ചു. നിക്ഷേപിച്ച പണം നിക്ഷേപകർക്ക് നൽകാത്ത മറ്റേതെങ്കിലും രാജ്യം ലോകത്തുണ്ടോ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു. മറുപടിയില്ലാതെ പരിങ്ങിയിരിക്കേണ്ടി വന്നു മോഡി സാബിന് അന്ന് പാർലമെൻറ്റിൽ. അന്ന് തന്നെ അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടി ഇരുന്നിരിക്കണം. ഏതായാലും തനിക്കൊരവസരം കിട്ടും. കണക്കറ്റ് അദ്ദേഹം പരിഹസിച്ചു. മൻമോഹൻ സിംഗിനെ കാണുക. മഴക്കോട്ടിട്ട് കുളിക്കുന്ന വിദ്യ ഡോക്ടർ സാബിനെ അറിയൂ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ വ്യക്തിപരമായി പരിഹസിച്ചും കടന്നാക്രമിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുളിമുറിയിൽ മഴക്കോട്ടിട്ട് കുളിക്കുന്ന വിദ്യ ഡോക്ടർ സാബിനെ അറിയൂ എന്നായിരുന്നു പരിഹാസം. മൻമോഹൻ സിംഗിനെതിരായ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നോട്ട് നിരോധനത്തിന് ശേഷം നവംബർ 8 മുതൽ ഇന്നലെ വരെ എടുത്താൽ 8 മുതൽ 8 വരെ ഫെബ്രുവരി 8 വരെ 3 മാസം സമയമായി. 50 ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് നടന്നില്ല. 45 ദിവസം പിന്നെയും കഴിഞ്ഞു. പിടിച്ച കള്ളപ്പണത്തിൻ്റെ കണക്ക് പോലും പറയാൻ കഴിയാത്ത ദുർബലനായ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗിനെ ആക്രമിക്കാനായി ഒരുമ്പെട്ടത്. പെൻഷൻ പ്രായം 56 നിന്ന് 57 ആക്കും എന്ന് ഇന്നലെ വാർത്തയുണ്ടായിരുന്നു. അത് നിഷേധിച്ചുകൊണ്ട് ധനവകുപ്പ് ഇന്ന് വാർത്ത തന്നിരിക്കുന്നു. വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നു. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും
വിരമിക്കൽ പ്രായം ഉയർത്താൻ ആലോചിക്കുന്നില്ല എന്ന് ധനവകുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മാതൃഭൂമി തരുന്നത്. പണനിയന്ത്രണം നീങ്ങുന്നു എന്ന നല്ല വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. അതേ സംബന്ധിച്ച വാർത്ത മാധ്യമം ഇന്ന് ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. ഫെബ്രുവരി 20 മുതൽ ആഴ്ചയിൽ 50,000 രൂപ പിൻവലിക്കാം. മാർച്ച് 13 മുതൽ ഒരു പരിധിയുമില്ലാതെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ളവർക്കടക്കം പണം പിൻവലിക്കാമെന്ന് പറയുമ്പോൾ മാർച്ച് 13 അതേ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ നിലവാരത്തിലുള്ള നിയന്ത്രണങ്ങളും നീങ്ങുന്നു എന്ന് പറയുന്നു. എല്ലാം പഴയ മാതിരിയാകുന്നു. എന്തേ ഇന്നലെ അത് പ്രഖ്യാപിച്ചെന്ന് വാർത്തയായി വന്നത്? മറ്റന്നാൾ യു പിയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാനിരിക്കുകയാണ്. യു പിയിലെ പ്രധാന പ്രമേയം തന്നെ ഇതാണ്. അതുകൊണ്ടാണ് ഇന്നലെ അത് മാറ്റിയിരിക്കുന്നത് എന്ന് വേണം സാമാന്യ യുക്തി കൊണ്ട് ചിന്തിക്കാൻ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. തമിഴ്നാട്ടിലെ അമ്മ വികാരത്തിൻ്റെ ആഴം എത്രയുണ്ട്? AIADMKയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ ആഴം എത്രയുണ്ട്? ഈ കാർട്ടൂൺ ഒന്ന് കാണുക. അധികാരത്തിൻ്റെ തുലാസാണ് നാം കാർട്ടൂണിൽ കാണുന്നത്. അമ്മയുടെ മഹത്വം, അമ്മയോടുള്ള വിധേയത്വം, അമ്മയുടെ മരണത്തിൻ്റെ ദുരൂഹത അന്വേഷിക്കുമെന്ന OPSൻ്റെ നിലപാട്, ഇതൊക്കെയാണ് അയാൾ ഒരു തട്ടിൽ വെച്ചത്. എന്നാൽ മറുവശത്ത് ആശ്രിതയായി വന്ന ശശികല എല്ലാ MLAമാരും പെറുകിക്കൂട്ടി വാരിയിട്ട് ആ തുലാസ് തനിക്ക് അനുകൂലമാക്കുന്ന കാർട്ടൂൺ, സുരേന്ദ്ര കാർട്ടൂൺ ഇന്ന് ഹിന്ദു തരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അമ്മ സ്നേഹം എന്നീ കാർട്ടൂൺ പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. 29 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഒടുവിൽ ലോ കോളേജ് സമരം തീർന്നു. ഈ ചിത്രം കാണുക. ലോ അക്കാദമി സമരം ഒത്തുതീർന്നതിൻ്റെ ആഹ്ലാദ പ്രകടനം വിദ്യാർത്ഥികൾ നടത്തുന്ന ചിത്രം സിറാജ് എന്ന പത്രം ഇന്ന് ഒന്നാം പുറത്ത് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.